ഹലോ. പി മുഹമ്മദ് അലി ഫൗണ്ടേഷൻ അഥവാ PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 2025 SSLC CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഥവാ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പി മുഹമ്മദ് അലി ഫൗണ്ടേഷൻ അഥവാ PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷാ സമർപ്പണം നടത്താവുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. www.pmfonline.org എന്ന വെബ്സൈറ്റിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതാണ് PM ഫൗണ്ടേഷൻ്റെ മെയിൻ വിൻഡോ. ആ വെബ്സൈറ്റിൽ കയറി അവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2025 ഒരു പ്രവേശന പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് നൽകുക. തൊട്ട് താഴെ ഇവിടെ റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2025 ഇവിടെ വലതു ഭാഗത്ത് രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ട് താഴെ റീഡ് ഇൻസ്ട്രക്ഷൻ, ആദ്യം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതി ജൂൺ മാസം 20 വരെയാണ്. SSLC വിദ്യാർത്ഥികളാണെങ്കിൽ ഫുൾ A+ നേടിയവർക്കും CBSE വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും 90% മാർക്ക് മിനിമം നേടിയ വിദ്യാർത്ഥികൾക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ആർട്സ് സ്പോർട്സ് തലത്തിൽ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് SSLC CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 80% മാർക്കെങ്കിലും നേടിയ വിദ്യാർത്ഥികളായിരിക്കണം. ഏതായാലും ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ടാലൻറ്റ് സെർച്ച് പരീക്ഷ കേവലം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയായിരിക്കും. അതിൽ പ്രധാനമായും ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ജനറൽ നോളജ്, ജനറൽ ഇൻ്റലിജൻസ് എന്നീ പ്രധാനപ്പെട്ട മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. ഏതായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ വലതു ഭാഗത്ത് കാണുന്ന രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ സമർപ്പണത്തിൻ്റെ വിൻഡോ കാണുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, പേര്, ജെൻഡർ, ക്വാളിഫൈഡ് എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട്. ആ എക്സാമിനേഷൻ സെൻറ്ററുകൾ സെലക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ തൊട്ടടുത്ത പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് സെൻറ്ററുകൾ കാണാൻ പറ്റും. അവിടെ എല്ലാം ബന്ധപ്പെട്ട ഏരിയകളെല്ലാം സെൻറ്ററുണ്ട്. താല്പര്യമുള്ള സെൻറ്റർ സെലക്ട് ചെയ്ത് റിലീജിയൻ, ഫാദർ നെയിം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നിവ തെറ്റാതെ, ഡേറ്റ് ഓഫ് ബർത്ത്, മദേഴ്സ് നെയിം, ഡിസ്ട്രിക്റ്റ് എല്ലാം തെറ്റാതെ കൃത്യമായി എൻട്രി ചെയ്ത് ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം എഴുതി പഠിച്ച സ്കൂളിലെ ഡീറ്റെയിൽസ് അവിടെ രേഖപ്പെടുത്തി എക്സാമിന് നേടിയ സ്കോറ് ഇവിടെ സെലക്ട് ചെയ്ത് അവിടെ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് അപ്ലൈ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുന്നതായിരിക്കും. ഏതായാലും ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷാ സമർപ്പണം ഉള്ളതുകൊണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തം തന്നെ മൊബൈൽ ഫോണിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ സ്വന്തമായി തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 20 വൈകിട്ട് 5 മണി വരെയാണ്. ഏതായാലും SSLC CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കോളർഷിപ്പ് പരീക്ഷയിൽ നിശ്ചിത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പും അതോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും നൽകുന്നതായിരിക്കും. അർഹരായ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.